അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അത് കുറച്ചൊന്നുമില്ല, വലിയ രൂപത്തിൽ തന്നെ ഒരു വലിയ സർക്കിളും വലിയ ആളുകളുടെ അംഗസംഖ്യയുള്ള യൂണിറ്റുകളും കൊണ്ടുവരുന്നത് പോലെ അൽഹംദുലില്ലാഹ് അത് കൊണ്ടുവരാൻ നമ്മുടെ യൂണിറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പനങ്ങാനര യൂണിറ്റ്, അതുപോലെ റയ്യാൻ നഗർ, രാമപുരം, പുഴക്കാട്ടിരി, മണ്ണുംകുളം, കടുങ്ങപുരം, പരവക്കൽ എല്ലാ യൂണിറ്റുകാരും ഓരോ വാഹനം മുഖേന വിഭവങ്ങൾ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അത് ചെറിയ രൂപത്തിലൊന്നുമല്ല, വലിയ വിധത്തിൽ തന്നെ എത്തിച്ചു തന്ന് നമ്മുടെ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്തി പിടിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹുവേ നീ റഹ്മത്തും ബർക്കാത്തും ചൊരിയണേ അല്ലാഹ്. നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചവരുണ്ട്. യൂണിറ്റിലെ എല്ലാ പ്രവർത്തകരും നന്നായി ത്യാഗം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇബ്രാഹിം സഖാഫി ചെയർമാനും ഫതുഹുദ്ദീൻ സഖാഫി കൺവീനറും നമ്മുടെ റയ്യാൻ നഗറിലെ ഷൗക്കത്ത് നമ്മുടെ കോർഡിനേറ്ററുമായി നല്ല ഒരു സമിതി ഉണ്ടാക്കി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ തന്നെ വിഭവങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ കഠിനാധ്വാനം ചെയ്ത് ഈ വിഭവങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വിഭവങ്ങൾ ഇവിടെ എത്തിച്ചത് നീ ഖബൂലാക്കണേ അല്ലാഹ്. അവിടെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു സമ്പാദ്യമാക്കണേ അല്ലാഹ്. ഈ വിഭവങ്ങൾ ഓരോ വീടുകളിലും ഓരോ സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോൾ നേരത്തെ പത്രത്തിൽ പറഞ്ഞല്ലോ, കടകളിലും മറ്റുമൊക്കെ പറഞ്ഞു, ഓരോരുത്തരിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പറഞ്ഞ് പിന്നെയും പറഞ്ഞ് ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സമാഹരിച്ചിട്ടുള്ളത്. അല്ലാഹുവേ ഇതിനു വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നീ ഹൈറാത്ത് ചൊരിയണേ അല്ലാഹ്, നീ ബറക്കാത്ത് നൽകണേ അല്ലാഹ്. ഇതിലേക്ക് സഹായങ്ങൾ നൽകിയ വീട്ടുകാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ നീ അവർക്കെല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികൾ, അതുപോലെ ഹിഫ്ളാക്കിയ ഹാഫിളുകൾ, അതുപോലെ ദഅവ ശരീഅത്ത് കോളേജിലെ മുതഅല്ലിമീങ്ങൾ, അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിലെ യതീമുകൾ ഉൾപ്പെടെ അല്ലാഹുവേ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നിന്റെ ദീന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താണ് ഈ പ്രവർത്തകന്മാർ ഇത് സമ്പാദിച്ചിട്ടുള്ളത്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിലേക്ക് സഹായിച്ച സഹകരിച്ച സംഭാവന നൽകിയ ആരെല്ലാമുണ്ടോ അവരുടെ ഒക്കെ എല്ലാ സദുദ്ദേശങ്ങളും നീ സഫലമാക്കണേ അല്ലാഹ്. എല്ലാവിധ ഹൈറാത്തുകളും നീ അവർക്ക് ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. ബറകാത്തുകളും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. അവരുടെ ഒക്കെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ പേരെടുത്ത് തന്നെ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവരെയൊക്കെ നിനക്കറിയാം, അവരുടെയൊക്കെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളെ നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് എല്ലാവിധ സന്തോഷവും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ കാരണവന്മാരുണ്ട്. നമ്മുടെ ഹുസൈൻ ഹാജി ശാരീരികമായ ചെറിയ ക്ഷീണമുണ്ട്, എന്നിട്ട് കൂടി ഇതിനു വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്തു പ്രവർത്തിച്ചു. ഈ സംഘത്തിനായി ഇങ്ങോട്ട് വന്നു. നമ്മുടെ ഹുസൈൻ ഹാജി, ഗൾഫിലുള്ള ഹുസൈൻ ഹാജി ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അഷറഫ് സാഹിബ് പ്രവർത്തിച്ചിട്ടുണ്ട്. പലരും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അറഫ മാനു ഹാജി നാട്ടിലില്ല, അവർ പുറത്താണ്. എന്നിട്ടും അതിൽ കാര്യമായി ഇടപെടുകയും ഞാനുമായി വലിയ രൂപത്തിൽ ബന്ധപ്പെടുകയും ഈ വിഷയം വിജയിപ്പിച്ചു തരണം എന്ന് ഞാൻ വീണ്ടും പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത്, അത് നിങ്ങൾ കണ്ടോളി, ഞങ്ങളെ സർക്കിൾ ഒരിക്കലും മോശാവൂല, ഇൻഷാ അല്ലാഹ് വരുന്ന നേരത്ത് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സ്വദേശത്തും വിദേശത്തുമുള്ള പലരും അല്ലാഹുവേ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിനൊക്കെ മാർഗനിർദ്ദേശം നൽകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇർഷാദിയ സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്കാരും
പ്രവർത്തകരുമാണ് ഇവരെല്ലാവരും. നമ്മുടെ അഹ്സനി അഹ്സനി ഉസ്താദ് അവറുകൾ ഇതിനു വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച യൂണിറ്റിലെ ഭാരവാഹികളും പ്രവർത്തകരും, അതുപോലെ തന്നെ സർക്കിൾ ഭാരവാഹികളും പ്രവർത്തകരും നേതാക്കളും, നമ്മുടെ ഈ സമിതി ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സമിതിയുടെ ചെയർമാനും കൺവീനറും കോർഡിനേറ്ററും അതിന്റെ മറ്റു ഭാരവാഹികളും ഉൾപ്പെടെ ഇതിനു വേണ്ടി ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിച്ചുവോ അതെല്ലാം അവർക്കൊക്കെ നീ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ബറകാത്ത് കൊണ്ട് അവരുടെ ദുന്യവിയും മുഖ്റവിയുമായ എല്ലാ വിഷയങ്ങളിലും നീ ഫത്ഹ് നൽകണേ അല്ലാഹ്. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് മുക്തമാക്കണേ അല്ലാഹ്. രോഗികളായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരിലുണ്ട്. റബ്ബേ, അവർക്കൊക്കെ സലാമത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആജിലായ ശിഫയും സലാമത്തും നൽകണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച പോയ ഒരാളുടെ സഹോദരിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. റബ്ബേ, നീയാണ് രോഗം നൽകുന്നവർ, നീയാണ് ശിഫ നൽകുന്നവർ. നീ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷവും നൽകണേ അല്ലാഹ്. ഈ സ്വതക്ക ചെയ്ത, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും അല്ലാഹുവേ അവരുടെയൊക്കെ ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. അവരെ നീറുന്ന വിഷയങ്ങളുണ്ട്, അതൊക്കെ നീ പരിഹരിക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീട് നൽകണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാകാത്തവരുണ്ട്, അവർക്ക് അതിനെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷവും അവർക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ്. കൂട്ടുകുടുംബാദികളിൽ നിന്ന് മരിച്ചുപോയി ഖബറിൽ കിടത്തിയവരുണ്ട്. റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും ബർസഖി ജീവിതം നീ ധന്യമാക്കണേ അല്ലാഹ്, സന്തോഷപൂർണ്ണമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും ചൊരിയണേ അല്ലാഹ്. നാളെ മുസ്ലിം ജമാഅത്തിന്റെ സർക്കിൾ സെക്രട്ടറി മജീദ് തഖാഫി, നമുക്കറിയാം, വലിയ രൂപത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അങ്ങനെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറാത്തുകളും ബറകാത്തുകളും ചൊരിയണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ആഫത്ത് ബലാ മുസീബത്തുകളിൽ അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. ആക്സിഡന്റുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ജിന്ന് പിശാച് സിഹർ ഐന് ശർറുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും സഹകാരികളുടെയും ശാരീരികമായ, മാനസികമായ, ഗാർഹികമായ, കുടുംബപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ, തൊഴിൽപരമായ, നിയമപരമായ, പ്രവാസ സംബന്ധമായ മറ്റേതെല്ലാം നിലക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം അവർക്കും ഞങ്ങൾക്കും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സംഭാവന നൽകിയ, സ്വതക്ക നൽകിയ, വിഭവങ്ങൾ നൽകിയവർക്കും നീ അതെല്ലാം പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. പകരം അവർക്കും ഞങ്ങൾക്കും റാഹത്തും സന്തോഷവും ആഫിയത്തും സിഹത്തും ഖുവ്വത്തും സലാമത്തും ഐശ്വര്യവും ബറകാത്തുകളും ഖൈറാത്തുകളും നൽകണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങളും ഹാഫിദീങ്ങളും ഉസ്താദുമാർക്കും ഭക്ഷണം നൽകുക എന്നത് അല്ലാഹുവേ നിന്റെ ദീനിനെ ഇഹ്യാ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഇൽമ പഠിക്കുക, ഇൽമിനു വേണ്ടി സഹായിക്കുക എന്നത് അത് ഇൽമിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അല്ലാഹ്, ഇത് ഈ സഹകാരികളായ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരായ ആളുകളുടെ ഖിയാമത്ത് നാളിലേക്കുള്ള അവരുടെ ഹസനാത്തിന്റെ മീസാനിൽ അല്ലാഹ് ഏറ്റവും ഭാരമുള്ള അമലായി ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുതഅല്ലിമീങ്ങൾ അല്ലാഹ്, ഈ ഭക്ഷണം കഴിച്ച്, ഈ വിഭവങ്ങൾ കഴിച്ച് വളർന്നു വരുന്ന മുതഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും അവർ ജീവിക്കുന്ന കാലത്തോളം അല്ലാഹ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസനാത്തുകൾ, അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, അതിന്റെ ഒക്കെ സവാബിന്റെ കൂലിയുടെ ഒരു അംശം ഇൻഷാ അല്ലാഹ് ഈ ഭക്ഷണം നൽകിയവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹുവേ, അതിന്റെ ബറകാത്ത് കൊണ്ട് ഈ സഹകാരികൾക്കും പ്രവർത്തകർക്കും നീ ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറുകളും ബറകാത്തുകളും ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. കച്ചവടമുള്ളവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, സംരംഭകത്വമുള്ളവരുണ്ട്. അവരുടെയൊക്കെ ബിസിനസ്സുകളിലും സംരംഭങ്ങളിലും അവരുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും സമ്പാദ്യങ്ങളിലും ശമ്പളങ്ങളിലും അല്ലാഹുവേ നീ വലിയ തോതിൽ ബറകാത്ത് നൽകണേ അല്ലാഹ്. ഖൈറാത്ത് ചൊരിയണേ അല്ലാഹ്.
നീ റാഹത്ത് നൽകണേ അല്ലാ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, കാരണവന്മാർ, അവർക്കൊക്കെ നീ വലിയ രൂപത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.